ഹലോ, എല്ലാവർക്കും വലിയ നമസ്കാരം. ജസ്റ്റ് ലോയിസ് ഫ്രം ഡബ്ലിൻ മല്ലു വേൾഡ്. നമ്മൾ ഇന്നലെ 2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വ്യൂസൊക്കെ കുറവാണ്. എല്ലാവരും പോയിട്ട് വാച്ച് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് സൗകര്യം പോലെ എപ്പോഴാണ് സമയം കിട്ടണം നിങ്ങൾ പോയിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കണം. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സൗകര്യം എപ്പോഴാണ് അതനുസരിച്ച് ചെയ്യുക കേട്ടോ. സോ അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ചെറിയ ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൃപാസനത്തെക്കുറിച്ചുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് 1-2 പേർ ചോദിച്ച ഡൗട്ടുകൾക്ക് ഒന്ന് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ ഒരു അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ ക്ലാരിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡൗട്ടിൻ്റെ ക്ലിയറൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കൃപാസനത്തിൻ്റെ ഡൗട്ട് ചോദിച്ച ആളുകൾ UK-ൽ നിന്ന് ആളുകളാണ്. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാത്തവരാണ്. അപ്പം ഉടമ്പടി എടുക്കാത്തവർക്ക് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ അവർക്കത് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് ചെയ്യാവോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു, കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി എടുത്ത് നമ്മൾ അവിടെ പോയി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത്, ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മാതാവിൻ്റെയും ഈശോയുടെയൊക്കെ മുന്നിൽ നിന്ന് അൽത്താരയിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടാണ് നമ്മൾ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. രാവിലെ 5 മണിക്കും വൈകിട്ട് സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലി ഉടമ്പടി പ്രാർത്ഥന പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു അർത്ഥമുള്ളൊരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ വലിയൊരു പർപ്പസ് ഉള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ വലിയ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. നമ്മൾ വരുന്ന 90 ദിവസം 3 മാസത്തേക്ക് നമ്മളെടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ ആ ഒരു പ്രാർത്ഥന ഉടമ്പടി എടുക്കാതെ പോയി ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് കുറവാണ്. കാരണം ഉടമ്പടി പ്രാർത്ഥന ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ നമ്മളത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് തന്നെ. അപ്പോൾ ഉടമ്പടി നമ്മുടെ ഈശ്വര മുന്നിൽ വെച്ച് കൈ നീട്ടി പിടിച്ച് നമ്മൾ പ്രതിജ്ഞയെടുത്ത് ചൊല്ലി എടുക്കാത്തവർ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനോട് ഒരു യോജിപ്പുറവുണ്ട് എനിക്ക്. പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ ആണ് തോന്നുന്നത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയിക്കാം, നമ്മുടെ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഷെയർ ചെയ്യാം. കാരണം എനിക്കും അതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കാത്തവർ ചൊല്ലി പ്രാർത്ഥിക്കാതിരിക്കുക. കാരണം നമ്മൾ ഉടമ്പടി എടുത്തവർ പാലിച്ചു പോരുന്ന രീതിയാണ് രാവിലെ 5 മണിക്ക് എണീച്ച് പ്രാർത്ഥന ചൊല്ലുക, അല്ലെങ്കിൽ വൈകിട്ട് സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യാപ്രാർത്ഥന ചൊല്ലുക എന്നുള്ള ആ ഒരു രീതിയാണ് ആക്ച്വലി. അപ്പോൾ ഉടമ്പടിയിൽ പാലിച്ചു പോകേണ്ട വ്യവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ നിബന്ധനകളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അതല്ലാതെ നമ്മളിപ്പം പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഒരു ചൊല്ലി പ്രാർത്ഥിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണമെന്ന് തോന്നുന്നവർ അങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിവില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടമ്പടി എടുക്കുന്നതിന് ഒരു മാതിരി കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ അവിടെ പോയിട്ട് ആ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് നമ്മളവിടെ പോയി സമയം ചിലവഴിച്ച്, അതുപോലെ തന്നെ തിരികെത്തിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച്, ഈശ്വരനിൽ തിരികെത്തിച്ച് പ്രാർത്ഥിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ കയറുന്നത്. 90 ദിവസത്തേക്കുള്ള ആ ഒരു വലിയ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കയറുന്നത്. സോ അപ്പോൾ അതിന് പ്രത്യേകത ഒരു അർത്ഥമുണ്ടെന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവർ വേറെ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. പ്രത്യക്ഷ പ്രാർത്ഥനയോ അതില്ലെങ്കിൽ സായന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാതിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളത് പ്രത്യക്ഷ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് തിരി കത്തിച്ച് വെച്ചുകൊണ്ട് നിലകത്തിരിയും പച്ചത്തിരിയും കത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ചുമ്മാ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രാർത്ഥന ഒഴിവാക്കാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഒരു തോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഓഫ് കോഴ്സ് നമ്മളതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേര് കൃപാസനത്തിൽ പോയിട്ട് കൃപാസന പ്രാർത്ഥനകളിൽ കൂടാറുണ്ട്, അല്ലെങ്കിൽ ധ്യാനങ്ങളിൽ, വൺഡേ ധ്യാനങ്ങളിൽ കൂടാറുണ്ട്. അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവസരം കിട്ടുന്നവരൊക്കെ കൃപാസന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ നടക്കാതെ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വലിയൊരു ഉത്തരമാണ് കൃപാസനം പോലുള്ള ഒരു പ്ലേസ്. ഒരുപാട് പേര് നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വകവയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ഉടമ്പടിയിലോ ചെന്ന് കയറാതെ നമ്മൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവത്തില്ല. ആളുകൾ പലതും പറയും. നെഗറ്റീവ് ഇല്ലാത്ത ഒരു സമൂഹമല്ല. നമുക്കെപ്പോഴും പോസിറ്റീവും ഉണ്ട്, അതിനനുസരിച്ച് നെഗറ്റീവും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പം
നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ അപ്പം ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ച് നമ്മൾ കൃപാസന കൃപാസന ഉടമ്പടിയോട് അനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ ആ ഉടമ്പടിയിലായിരിക്കുന്നവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്രത്യേകം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ UK നിന്ന് സംശയം ചോദിച്ച ഒന്ന് രണ്ട് പേരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൺലൈൻ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയിട്ട് ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മൾ അതിൽ ഭാഗമാകാൻ ശ്രമിക്കുക. ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് അതിനകത്ത് പ്രാർത്ഥനകളൊക്കെ പിന്നെ പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൃപാസനത്തിലൊക്കെ പോകാൻ പറ്റുന്നവർ ഞങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഞങ്ങൾ പുറത്തുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഹായും അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡബ്ല്യു മല്ലു വേൾഡിൻ്റെ വലിയൊരു ഹായ് എല്ലാവർക്കും പറയുകയാണ് കേട്ടോ. ഓക്കെ, എന്നാൽ ശരി, എന്നാൽ താങ്ക് യു.